വെൽക്കം ടു ബിന്ദു ചിതിര. ഇന്നത്തെ വ്ലോഗിൽ കുറച്ച് പാചകവും പിന്നെ വൈകുന്നേരത്തെ പൂജയുമാണ് കാണിക്കുന്നത്. പാചകം എന്ന് വെച്ചാൽ ലഞ്ച് പ്രിപ്പറേഷനാണ് പ്രധാനമായിട്ടൊരു മാങ്ങാക്കറി. അപ്പോൾ അതിലോട്ട് പോവാം. മാങ്ങാക്കറിക്കായിട്ട് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് എടുത്തില്ല കേട്ടോ, അതിൻ്റെ പകുതി എടുത്തുള്ളൂ. അത് ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിലരിഞ്ഞിട്ട്, പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ചാലിച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ മൂടി വയ്ക്കും. മാങ്ങ നമുക്ക് പല രീതിയിൽ കറി വെക്കാം അല്ലേ? പച്ചടി വെക്കാം, അതുപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് മാങ്ങാക്കറി ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ കൂടെ വേറെ പല കോമ്പിനേഷൻ, മാങ്ങ, മുരിങ്ങക്കായ, ചക്കക്കുരു, അതുപോലെ പല രീതിയിൽ നമുക്ക് മാങ്ങ കൊണ്ട് കറി ഉണ്ടാക്കാം. അപ്പം ഞാനിന്ന് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്. പിന്നെ അരപ്പുണ്ടാക്കണം, അത്രയും മാത്രമേ ഉള്ളൂ ഇതിന്. പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചിട്ട് വയ്ക്കുമ്പോഴേ ആ എരിവും ഉപ്പും എല്ലാം കൂടെ മാങ്ങയ്ക്ക് നല്ലോണം പിടിക്കുമല്ലോ. അതാണ് 10 മിനിറ്റ് അങ്ങനെ വെക്കുന്നത്. 10 മിനിറ്റിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച്, അധികം വെള്ളം ഒഴിക്കേണ്ട, മാങ്ങയ്ക്ക് ചെറിയ വേവല്ലുള്ള നമുക്കറിയാമല്ലോ. അപ്പോൾ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേവിക്കാൻ വെക്കാം. കുറച്ച് നേരം കൊണ്ട് തന്നെ മാങ്ങ വെന്ത് കിട്ടും. വെന്ത് അലിഞ്ഞു പോകരുത്, കഷ്ണങ്ങളായിട്ട് നമുക്ക് കറിയിൽ കടിക്കാൻ കിട്ടണം. അപ്പോൾ ആ പാകത്തിന് വേവ് നോക്കിയെടുക്കണം. അപ്പം നമ്മുടെ മാങ്ങ വെന്താന്ന് നോക്കാം. ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇടാം. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒരു ക്യാപ്സിക്കം ഫ്രൈ കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച്, പക്ഷേ വിശപ്പ് സമ്മതിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ 1:30 മണിയായിരുന്നു. അപ്പോൾ പിന്നെ അത് വൈകിട്ടത്തേക്ക് മാറ്റി വെച്ച്. പിന്നെ ഇതിൻ്റെ അരപ്പിനായിട്ട് എടുക്കുന്നത് തേങ്ങ, ജീരകം, ചുവന്നുള്ളി, ഇത്രയുമാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് അരപ്പിലിടണമെന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് അരപ്പിലേക്ക്, പറയാൻ വിട്ടുപോയി. അപ്പോൾ നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് ഈ മാങ്ങയിലേക്ക് അരപ്പ് ചേർത്ത് ഇളക്കി, അരപ്പിൽ കുറച്ച് വെള്ളവും കൂടെയൊക്കെ ഒഴിച്ച് ഒരു ചെറിയ കുറുക്ക് ഭാഗം നമുക്കറിയാമല്ലോ. അധികം വെള്ളം ആവരുത്, അധികം ലൂസും ആവരുത്, അധികം കട്ടിയാവരുത്. ആ ഒരു പാകത്തിന്. പ്രത്യേകിച്ച് മൺപാത്രമൊക്കെ ആകുമ്പോൾ നമ്മൾ കറി ഇരുന്ന് കുറുകും. അപ്പോൾ ആ ഒരു പാകത്തിന് എടുക്കാം. പിന്നെ ആ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ അല്പം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ മാങ്ങാക്കറിക്കൊക്കെ പുളിയുള്ളതുകൊണ്ടേ ആ ഒരു മധുരവും കൂടി ചേരുമ്പോൾ ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യും. അപ്പോൾ അത് ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇടാൻ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ അരപ്പൊക്കെ നന്നായി യോജിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അധികം നേരം വേണ്ട. ആ തിള പൊട്ടുമല്ല, നൊര പൊട്ടുമ്പോൾ മൂടിക മാറ്റിയിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചാൽ മതി. താളിച്ചിടാനായിട്ട് വെളിച്ചെണ്ണയിൽ സാധാരണ പോലെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ചുവന്നുള്ളി, കുറച്ചധികം ചുവന്നുള്ളി എടുക്കണം കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ മൂപ്പിച്ചിടുകയാണ്. അത് നല്ലൊരു ടേസ്റ്റായിരിക്കും കറിക്ക്. ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴേ ഞാൻ കുറച്ച് ചതച്ച മുളകില്ലേ, ചില്ലി ഫ്ലേക്സ്, അത് ഇടുന്നുണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഒരു കറിക്കൊരു ഭംഗി ഉണ്ടാവും, പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ മതി അത്. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ട്. അപ്പോൾ ഈ താളിച്ചിട്ടേ ഇപ്പം തന്നെ ഇളക്കി യോജിപ്പിക്കേണ്ട, ഒരു 5 മിനിറ്റ് അങ്ങനെ മൂടി വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഊണ് വിളമ്പുന്ന നേരത്ത് ഇളക്കി കൂട്ടിയാൽ മതി. പിന്നെ ഇനി അടുത്തത് എന്തെങ്കിലും സൈഡ് ഡിഷ് വേണമല്ലോ. അപ്പോൾ പപ്പടം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അല്പം മുളക് പൊടിയിട്ട് എടുക്കണം. പിന്നെ രാവിലത്തെ പുട്ടിന് ഗ്രീൻ പീസ് കറി ആയിരുന്നു. അപ്പോൾ ആ കറിയുണ്ട്. ഇത്രയൊക്കെ മതിയല്ല. ആ ക്യാപ്സിക്കം ഫ്രൈ വൈകിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പിന്നത്തേക്കാക്കി. അങ്ങനെ നമ്മുടെ ഊണ് റെഡി ആയിട്ടാണ്. മാങ്ങാക്കറി, പപ്പടം, പിന്നെ ഗ്രീൻ പീസ് കറി. ശരിക്കും ഈ മാങ്ങാക്കറി മാത്രം മതി ഊണ് കഴിക്കാൻ. ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ വൈകിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
ക്യാപ്സിക്കം ഫ്രൈ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കാം എന്നോർത്തിട്ട് അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ സവാള അരിഞ്ഞ്, അതുപോലെ തക്കാളി അതെല്ലാം അരിഞ്ഞ് വെക്കണം. പിന്നെ അതിനായിട്ട് എടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് അതാണ് എടുക്കുന്നത്. അപ്പോൾ പാൻ ചൂടായി അതിൽ എണ്ണ ഒഴിച്ച് ജീരകം പൊട്ടിച്ച്, പിന്നെ അതിൻ്റെ പുറകെ വെളുത്തുള്ളി ഇഞ്ചി അതൊന്ന് വാടി വരുമ്പോൾ സവാള ഇട്ട് ഒന്ന് വഴറ്റുക. സവാള വഴുന്ന അല്പം ഗോൾഡൻ കളറൊന്നും ആവണ്ട, ഒന്ന് ഇതായി വരുമ്പോൾ തന്നെ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ പിന്നെ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേറെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അതായത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. അപ്പോൾ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഇടുന്നതാണ്. അപ്പം ഇത് നമ്മളൊന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ പരിപാടിയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കമൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. ഞാനിടുന്ന മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പെരുംജീരകപ്പൊടി, അല്പം കുരുമുളക് പൊടിയും ഇടാം. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ വഴറ്റി, പിന്നെ അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആവണമല്ലോ, വെന്ത് വരണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണതാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൂട്ടിയിട്ട് ഒന്ന് മൂടി വെച്ചല്ലോ. പക്ഷെ ഞാൻ ഈ ഇഡ്ഡലി മാവൊക്കെ അരക്കുന്നതിൻ്റെ തിരക്കിലേ അത് മറന്നുപോയി. അപ്പം ഞാൻ അങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ കുറച്ചും കൂടെ നല്ലത് കുറച്ച് ചൂടുവെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം വെച്ചാൽ അത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പം അത് ഞാൻ മറന്നു പോയിട്ടാണ്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കാശ്മീരി ചില്ലി മാത്രം ചേർത്താലും മതി, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലും ഞാൻ ഉള്ളിൽ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ടൊമാറ്റോ സോസ് ചേർത്ത് ഇളക്കി കൂട്ടി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ തൂയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവാൻ. അപ്പോഴാണ് ഞാൻ ചൂടുവെള്ളത്തിൻ്റെ അരി ഓർത്തത്. അങ്ങനെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൂട്ടി അല്പനേരവും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഇഡ്ഡലി മാവിനുള്ള അരപ്പൊക്കെ കഴിഞ്ഞ് ഇനി അരിയും ഉഴുന്നും അല്പം ഉലുവ കൂടെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇനി അത് അരച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോളം ഞാൻ കൈ കൊണ്ടൊന്ന് പതപ്പിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കൊക്കെ നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് നല്ലതാണത്. പിന്നെ അടുത്ത പരിപാടി കുറച്ച് ക്ലീനിങ് ആണ് കേട്ടോ. അടിച്ചു വാരണം. പെര തുടയ്ക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ തലേദിവസം എല്ലാം നല്ലോണം തുടച്ചിട്ടതാണ്. അപ്പോൾ ഒന്ന് അടിച്ചു വാരൽ മാത്രം ചെയ്താൽ മതി. ഈ അടിച്ചു വാരുമ്പോഴാണ് കേട്ടോ കാണുന്നത് എന്തോരം മുടിയാണ്. ഇതെങ്ങനെയാണ് ഇത്രയും മുടി, തലയിൽ ഇത്രയും മുടി ഉണ്ടാകുന്ന സംശയമാണ്. അത്രയും മുടിയായിരിക്കും. പിന്നത്തെ ജോലി തുണി മടക്കലാട്ടെ. ബെഡ്ഷീറ്റും പില്ലോ കവറെല്ലാം അലക്കിയിട്ടിരുന്നു. അപ്പം അത് എടുത്തുകൊണ്ടൊന്ന് കസേരയും ഇട്ടിരുന്നു. പക്ഷെ അങ്ങനെ കിടന്നാൽ പിന്നെ അങ്ങനെ കിടന്നു പോകും. കൈയോടെ തന്നെ മടക്കി വെച്ചില്ലെങ്കിൽ പിന്നെ അത് പണിയായിരിക്കും. മിക്കവർക്കും മടിയുള്ള കാര്യമായിരിക്കുമല്ലോ ഈ തുണി മടക്കി വെക്കൽ. അപ്പം അത് ഞാനത് കൈയോടെ തന്നെ മടക്കി വെക്കണം. അപ്പോൾ ആ ജോലി അപ്പം തന്നെ കഴിയും. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വൈകിട്ട് വിളക്കുകൊളുത്തലും കാര്യങ്ങളും, അത് ലക്ഷ്മി പൂജ ചെറിയ രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാറുണ്ട് ഞാൻ. ഇന്ന് പക്ഷേ രാവിലെ അതിന് സമയം കിട്ടിയില്ല. ബ്രഹ്മമുഹൂർത്ത വിളക്കും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ലക്ഷ്മി പൂജയ്ക്കായിട്ട് കൂടുതലൊന്നുമില്ല. ദേവിക്ക് മുല്ലപ്പൂമാല ചേർത്തും അതുപോലെ വിളക്ക് കൊളുത്തും നിവേദ്യം വെക്കും, നാമം ജപിക്കും, ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ആ കാര്യങ്ങളാണ് വൈകിട്ടത്തെ. അപ്പോൾ അതിന് മുന്നായിട്ട് വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി തീർത്ത് കുളിച്ചിട്ട് വേണമല്ലോ അതെല്ലാം ചെയ്യാനായിട്ട്. പിന്നെ
അതുപോലെ ഈ വെള്ളിയാഴ്ച ഞാൻ ഉപ്പ് ദീപം അതും വെക്കാറുണ്ട്. സാധാരണ ഇതെല്ലാം രാവിലെയാണ് ചെയ്യാറ്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്